ഈ സിനിമയെ പറ്റി പറയാൻ 3 മിനിറ്റ് പോലെ, പക്ഷെ ഞാൻ 3 മിനിറ്റിൽ എങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. രാവണൻ 2010 തമിഴാണ്, ഹിന്ദി അല്ല. ഹിന്ദി വെർഷനേക്കാൾ എനിക്ക് എന്തുകൊണ്ട് ഏറ്റവും ഇഷ്ടം തമിഴ് വെർഷനാണ്. ഒന്ന് മനസ്സിലാവുന്ന ഭാഷയാണ്. പിന്നെ ഒന്ന് എന്താ വെച്ചാൽ എൻ്റെ ഇഷ്ടപ്പെട്ടൊരു നടനിലുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട കുറേ നടന്മാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നടിയുണ്ട് ഈ സിനിമയിൽ, നടിമാരുണ്ട് ഒരുപാട്. അതുപോലെ ഒരുപാട് പേര് എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ട ഡയറക്ടർ, ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ, ഇഷ്ടപ്പെട്ട സിനിമാറ്റോഗ്രാഫർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ക്യാമറ വർക്ക് എന്ന് പറഞ്ഞു. ഇതിൽ ഓരോ ഷോട്ടും ഓരോരോ ക്യാരക്ടേഴ്സിനും ഡിഫൈൻ ചെയ്യുന്ന ജാതി ഷോട്ടുകളുണ്ട്. മേക്കിംഗ് വൈസ് ആണെങ്കിലോ ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് വേറെ ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സന്തോഷ് ശിവനും മണികണ്ഠനുമാണ് ഈ സിനിമയുടെ ക്യാമറ വർക്ക് വേറെ ലെവലായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പൃഥ്വിരാജ്, രാമൻ മോഡേൺ ടൈം ലൈനിലെ വില്ലനായ രാമനായിട്ടാണ് വരുന്നത്. ഒരു ഒന്നൊന്നര ക്യാരക്ടറാണ് കേട്ടോ, വൈബ് ക്യാരക്ടർ. കാരണം ഒരു ഈഗറസ് ആയിട്ടുള്ളൊരു വില്ലൻ. ഐശ്വര്യ മോഡേൺ ടൈം ലൈനിലെ സീത, രാഗിണി. എൻ്റെ അമ്മ കാണാനുള്ള ലുക്ക് കൊണ്ടാണെങ്കിലും ശരി, അല്ലാത്ത പക്ഷം മുപ്പത്തേരെ അഭിനയം കൊണ്ടാണെങ്കിലും ശരി, എന്ത് രസമാണ് കാണാമെന്നറിയാം. പടത്തിൽ അഭിനയം കണ്ടിരിക്കാൻ തോന്നും. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ലുക്ക് വെച്ചിട്ടാണെങ്കിലും നോക്കിയിരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സാധനം. അടുത്തത് വിക്രം, ചിയാൻ വിക്രം. പുള്ളിക്കാരനൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. കാരണം പെർഫോമൻസ് കൊണ്ട് എന്നും ഞെട്ടിച്ചൊരു നടൻ തന്നെയാണ്. നല്ല സിനിമകളെ ഇപ്പോൾ കിട്ടാത്തുള്ളൂ. പെർഫോമൻസിന് ഒരു കോട്ടം പറ്റില്ല. വീരധീരസൂര്യൻ കണ്ടറിയാം. പിന്നെ പ്രഭു, അതുപോലെ കാർത്തിക്, പിന്നെ അങ്ങനെ ഒരുപാട് പേര് ഇഷ്ടം പോലെ നടന്നു. പലരും പേര് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല പെട്ടെന്നിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ അഭിനയിച്ചവരൊക്കെ, പ്രിയാമണി, അങ്ങനെ ഒരുപാട് പേര് ഈ പടത്തിൽ അഭിനയിച്ചവരൊക്കെ കിടിലൻ അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമയത്തെ മറ്റൊരു സവിശേഷത, മണിരത്നത്തിന്റെ ഏറ്റവും ബെസ്റ്റ് മേക്കിംഗ് ഫിലിമാണിതെന്ന് പറയും. കാരണം ലാസ്റ്റ് വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരെടുത്ത ഒരു സിനിമ എനിക്ക് ഇതിന്റെ ഒരു റേഞ്ച് പോലും പിടിച്ചെടുത്താൻ കഴിഞ്ഞില്ല. കാരണം ഇതിന് മുന്നേ ഇതിനൊക്കെ ക്ലാസിക് സാധനം ചെയ്തിട്ടുണ്ടില്ല എന്നല്ല, പക്ഷെ ഈ ഒരു റേഞ്ച് പോലും പിന്നീട് വന്നൊരു സിനിമയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ല. എന്താ അറിയില്ല പുള്ളിക്കാരൻ എന്താ പറ്റി. ഈ ഒരു ക്ലാസിക് ചെയ്ത് വെച്ച ആളാണോ ദൈവമേ ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലോചിക്കുമ്പോൾ ശരിക്കും സങ്കടം വന്നിട്ടാണ് ഞാൻ തഗ് ലൈഫിന് RIP റിവ്യൂ ഇട്ടത്. അത്രയും ബോറായി തോന്നിയുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ച മനുഷ്യൻ. ഈ സിനിമ ഡയലോഗ് എഴുതിക്കുന്ന സുഹാസിനിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴും അത് തന്നെയാണ്. എന്ത് രസം അറിയാം ഓരോ ഡയലോഗും. ഭയങ്കര സൗന്ദര്യമുള്ള ഡയലോഗ്. നമ്മൾ ഓരോ ഡയലോഗും കേട്ടിരുന്ന അങ്ങനെ കേൾക്കാം. ഈ സിനിമ എപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയത് നിന്ന് കിട്ടും. ഇന്നിപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു പുതിയ സംഭവം ഇന്ന് കിട്ടി. അതായത് അതെനിക്ക് ഇതിൻ്റെ ഷോട്ടുകളാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡയലോഗ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് വൈസ് ആവാം, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എനിക്കൊരു പുതിയ സംഭവം ഈ സിനിമയിൽ നിന്ന് കിട്ടാറുണ്ട്. ഇന്നും കിട്ടി. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഈ പടത്തിനെ പറ്റി പറഞ്ഞു. നിങ്ങൾ എന്തായാലും ഈ പടം കാണാത്തവരൊക്കെ എന്തായാലും കണ്ടു നോക്കുക. വല്ലാത്ത ലെവലിൽ പടമാണ്. എന്തായാലും കണ്ടുപോയിക്കൊള്ളുണ്ട്. ഇതുപോലത്തെ പടം ഒന്നും കാണാൻ കിട്ടൂല. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ഇത് കണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യും.